വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ LDFിൻ്റെ കാര്യം തീരുമാനിക്കാൻ വരണ്ട, വായിൽ വരുന്ന വർത്തമാനം പറയണ്ട, എൻ്റെ കാറിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് ബിനോയ് വിശ്വത്തെ ഇവിടെ ആരെങ്കിലും ആട്ടിപ്പായിക്കുന്നുണ്ടോ? അപ്പോൾ CPIഎമ്മുമായി ആശയപരമായിട്ടുള്ള സംഘടനകൾ നിലനിർത്തുക, അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ CPIഎം ഈ ചെയ്യുന്നത് മാർക്സിസ്റ്റ് ആൻഡ് ലെനിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ലൈൻ അല്ല എന്ന് ഓർമ്മിപ്പിക്കൽ, അങ്ങനെയാണ് അതിൻ്റെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിച്ച് കളിയാക്കുക പോലും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടം, പുതിയൊരു സന്ധി നാം കാണുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിച്ചതിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന മനുഷ്യന് വലിയ പങ്കാളിത്തമുണ്ട് എന്ന് CPI കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തലിനകത്ത് ശരിയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇന്നിപ്പോൾ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞ ദിവസങ്ങളിപ്പം ഇലക്ഷൻ്റെ സമീപ ദിവസങ്ങളിൽ ബിനോയ് വിശ്വവുമായിട്ട് ഞാൻ തത്സമയം സംസാരിച്ചിരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം ആ പേര് പറയാൻ പോലും തയ്യാറായില്ല. അദ്ദേഹം ഒരു തരത്തിലുള്ള ഒരു വഴുക്കൽ സമീപനം എടുത്തു. ഇന്ന് പക്ഷേ വെള്ളാപ്പള്ളി നടേശനല്ല LDFിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾ. എൻ്റെ കാറിൽ ഞാൻ കണ്ടാൽ ഞാൻ കൈ കൊടുക്കും, സ്നേഹം കാണിച്ചിരിക്കും, എൻ്റെ കാറിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്ന് പറഞ്ഞ വഴി വെള്ളാപ്പള്ളിയെ കയറ്റിയാൽ പാളും എന്ന് ആ പാർട്ടി പറയുകയാണ്. ഞാൻ ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ LDFിൻ്റെ കാര്യം തീരുമാനിക്കാൻ വരണ്ട, വായിൽ വരുന്ന വർത്തമാനം പറയണ്ട, എൻ്റെ കാറിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് ബിനോയ് വിശ്വത്തെ ഇവിടെ ആരെങ്കിലും ആട്ടിപ്പായിക്കുന്നുണ്ടോ? ബിനോയ് വിശ്വം ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ രംഗത്ത് വരുന്നുണ്ടോ? ബിനോയ് വിശ്വം ഈഴവ സമുദായത്തെ ആകെ അധിക്ഷേപിക്കുകയാണ് അതുവഴി ചെയ്തത് എന്ന് ഏതെങ്കിലും ഈഴവർക്ക് അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണെന്ന് കേരളത്തിന് നന്നായി അറിയാം. ഏറ്റവും നന്നായി ബോധ്യപ്പെട്ട ദിവസമാണ് ഇന്ന്. ഞങ്ങൾക്ക് മലപ്പുറത്തും കോഴിക്കോടും ശ്വാസം മുട്ടുകയാണ് എന്ന് പറയുന്നു അദ്ദേഹം. അപ്പോൾ ഇതാ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂമി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ? അല്ല, ഭൂമിയുണ്ട്, പക്ഷേ സർക്കാർ അനുമതി തരുന്നില്ല. ഏത് സർക്കാർ? പഴയ സർക്കാർ. അപ്പോൾ ഇപ്പോൾ 10 വർഷമായിട്ടൊരു സർക്കാരില്ല, ആ സർക്കാർ തരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ വ്യാജങ്ങളുടെ മേൽ അദ്ദേഹം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു വർഗീയതയുടെ ബിംബം തകർന്നേ തരിപ്പണമായി പോകുന്നത്. ഇനി അദ്ദേഹത്തിന് ആ പോയിന്റ് ഉന്നയിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള പോയിന്റ് ഉന്നയിക്കാൻ പറ്റില്ല. കാരണം 10 വർഷമായി പിണറായി വിജയനും ലെഫ്റ്റും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ ചോദ്യം സിമ്പിളായി എല്ലാവർക്കും ചോദിക്കാവുന്നതേ ഉള്ളൂ. ഈ ചോദ്യമുള്ളൂ. ഇന്ന് ഈ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യം നേരത്തെ എല്ലാവർക്കും ചോദിക്കാം. ഞാൻ പറഞ്ഞു UDF പോലും ആ ചോദ്യം, കോൺഗ്രസ് എന്ന് പറഞ്ഞതിൻ്റെ മദർ പാർട്ടി പോലും ഉറക്കെ ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്ന അന്നേ ഈ വെള്ളാപ്പള്ളിയെ നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് എന്താ കിട്ടാത്തത്? എന്താ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം എന്താണ് കിട്ടാത്തത്? 10 വർഷം മുമ്പ് UDF തരാത്തതാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വഷള് വർത്തമാനം, ഈ വർഗീയ നുണ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാൻ കഴിയായിരുന്നു. ഇന്ന് അതിൻ്റെ കൂമ്പടിഞ്ഞു പോയില്ലേ?